ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. കൊണ്ടാഴി പഞ്ചായത്തിലെ അനധികൃത നിയമനം അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന കൊണ്ടാഴി കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ ചൊവ്വാഴ്ച LDF-ന്റെ പ്രതിഷേധ ധർണ. മുൻ കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്ത് കൊണ്ടാഴി പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതിലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഫണ്ട് തട്ടിയെടുത്ത സംഭവത്തിലും കൊണ്ടാഴി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 7 പേർക്കെതിരെ വിജിലൻസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് നേതാവ് MI സാബിർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിന്റെ തൃശൂർ യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തത്. മാനദണ്ഡങ്ങൾ ലംഘിച്ചും യോഗ്യത ഇല്ലാതെയുമാണ് പ്രവീൺ കുമാറിനെ നിയമിച്ചത് എന്ന് വിലയിരുത്തിയാണ് കേസെടുത്തത്. പ്രവീൺ കുമാറിന്റെ അമ്മയും അച്ഛനും എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ പേരിലും തൊഴിലുറപ്പ് വേതനം കൈപ്പറ്റി എന്ന ആരോപണത്തിൽ അന്വേഷണം നടക്കുകയാണ്. വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെ താൽക്കാലിക ജീവനക്കാരിയായ അർച്ചനയെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി LSGD പ്രിൻസിപ്പൽ ഡയറക്ടർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഇപ്പോഴത്തെ കോൺഗ്രസ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF ജനുവരി 14-ാം തീയതി സംഘടിപ്പിക്കുന്ന ധർണയുടെ പ്രസക്തിയെക്കുറിച്ച് LDF കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ T ഗോകുലൻ വിശദമാക്കുന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തവണ ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ തൊട്ടു മുൻപിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ ആർക്കും ഭൂരിപക്ഷമില്ല. LDF-നും UDF-നും ഭൂരിപക്ഷമില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പും അധികാരത്തിൽ വരലുണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അന്നത്തെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാഗിണിയിൽ R ശ്രീദേവി എന്ന് പറയുന്ന ആളെയാണ്. ടോസിലൂടെയാണ്, സമാസമമായപ്പോൾ ടോസിലൂടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം 2-3 വർഷക്കാലം കൊണ്ടാഴി പഞ്ചായത്തിനകത്ത് വല്ലാത്ത കെടുകാര്യസ്ഥതയും അവരുടെ അപ്രമാദിത്യവും സ്വജനപക്ഷപാതവും ഒക്കെ നിറഞ്ഞ ആടുകയായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെതിരെ കൊണ്ടാഴി പഞ്ചായത്തിനകത്ത് വ്യാപകമായ പ്രതിഷേധമുണ്ടായി. അവർക്കെതിരെ അവിശ്വാസ പ്രമേയങ്ങൾ 1, 2, 3 തവണയൊക്കെ പഞ്ചായത്തിൽ അവതരിപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി. അതൊക്കെ കേരളത്തിനകത്ത് വലിയ വാർത്തയായതാണ്. ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, 2018, 2019 കാലഘട്ടങ്ങളിൽ കൊണ്ടാഴി പഞ്ചായത്തിനകത്ത് നടന്ന വ്യാപകമായ ക്രമക്കേടുകളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വിജിലൻസിനോട് കേസെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ ഈ 2-3 ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും കാണുന്നൊരു കാര്യം, 7 പേരാണ് പ്രതികൾ. അതിലൊന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി, മറ്റൊന്ന് അന്നത്തെ സ്ഥിരം അധ്യക്ഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രകാശൻ, മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രമണി, അതുപോലെ തന്നെ നിഷോ, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അതിൽ പരാതിക്കാരായി കേസെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും അതിൽ ഭാഗഭാക്കാണ്, പ്രതിയാണ്. അതിൽ പ്രധാനമായ പ്രതി പ്രവീൺ, ചേലക്കോടുള്ള പ്രവീണാണ്. അയാൾ ചെയ്തിരിക്കുന്നത് വലിയ ഗൗരവമായ ഗുരുതരമായ വീഴ്ചയാണ്. വിദ്യാഭ്യാസ യോഗ്യത ഇല്ല ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി പഞ്ചായത്തിൽ നിയമിക്കാൻ. പക്ഷെ അദ്ദേഹം അതിനാവശ്യമായ രേഖകളെല്ലാം കൃത്രിമമാക്കി ഉണ്ടാക്കി. പഞ്ചായത്തിൻ്റെ ഇന്റർവ്യൂ ബോർഡിന് മുൻപിൽ ഈ ആവശ്യമായ രേഖകൾ അവതരിപ്പിക്കുകയാണല്ലോ. അപ്പോൾ ആവശ്യമായ രേഖകളെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയപ്പോൾ കൃത്രിമമായ രേഖയുണ്ടാക്കി എന്നത് തന്നെ പ്രവീൺ ചെയ്ത വലിയൊരു അപരാധമാണ്. അപ്പൊ ഇതിൽ വ്യാപകമായ പഞ്ചായത്തിനകത്തും നാട്ടുപ്രദേശത്ത് 15 വാർഡുകളിലും വ്യാപകമായ പ്രതിഷേധം നൽകുകയാണ്. ആ പ്രതിഷേധങ്ങളെ കണ്ടിൽ നടിക്കാൻ ഇവിടുത്തെ പൊതുപ്രസ്ഥാനത്തിന് കഴിയില്ലല്ലോ. അതുകൊണ്ട് ഈ വരുന്ന 14-ാം തീയതി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഒരു ബഹുജന മുന്നേറ്റം ഉണ്ടാക്കുകയും പഞ്ചായത്ത് ഓഫീസിന്റെ മുൻപിൽ ഒരു ബഹുജന ധർണ സമരം സംഘടിപ്പിക്കുകയും ചെയ്യും. CCV ന്യൂസ്, കൊണ്ടാഴി.